ഈ മർഡോക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ 1823 അദ്ദേഹം മരണപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഈ അഞ്ചരക്കണ്ടിയിലെ കറുപ്പത്തോട്ടവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. കണ്ണൂരിൽ, തലശ്ശേരിയിലൊക്കെ അദ്ദേഹത്തിന്, കണ്ണൂരും തലശ്ശേരിയിലും സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മറമാടിയിരിക്കുന്നത് തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കല്ലറ ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മരണത്തിന് ശേഷം, അതായത് അദ്ദേഹം വലിയ റിച്ച് ആയിട്ടുള്ളൊരു സ്കോട്ടിഷ് ബ്രിട്ടീഷാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ സ്ഥാപിക്കാനായിട്ട് അയച്ചൊരു വലിയ മാർബിളുള്ള വർക്ക് ഉണ്ട്, ഒരു ആർട്ട്. അത് കണ്ണൂരിലൊരു ചർച്ചിലുള്ളത്, സെൻറ്റ് ജോൺ ചർച്ച്. അപ്പോൾ ഇങ്ങനത്തെ കുറേ എലമെൻ്റ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 5ാം തലമുറയാണ് കേട്ടോ. ഒരു ഷേർലി ബ്രൗണും അതുപോലെ തന്നെ പോൾ ബ്രൗണും, ഈ മർഡോക് ബ്രൗണിൻ്റെ 5ാം തലമുറ, അവർ കണ്ണൂരിൽ വന്നതായിട്ട് മലയാള മനോരമ പത്രത്തിൽ വാർത്ത നമ്മൾ കാണുകയാണ് ആക്ച്വലി ഫസ്റ്റ്. അപ്പോൾ വാർത്തയാണ് നമ്മൾ കാണുന്നത്, കാരണം നമ്മൾ ത്രൂ അല്ല അവർ വന്നത്. അപ്പോൾ വാർത്ത കാണുന്നു, സ്വയം കുറേ ആളുകൾ അയച്ചു തരുന്നു. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളറിയുന്ന ആളുകളൊക്കെ നമ്മൾ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ത്രൂ ആണോ വന്നത് എന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, നമ്മൾ ത്രൂ അല്ല വന്നത്, വേറെ ആളുകൾ ത്രൂ വന്നത്. കാരണം നമ്മൾ ത്രൂ വരുന്നതൊക്കെ വളരെ കുറവാണ്, നമ്മളത്ര വലിയ ഓർഗനൈസേഷനൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഫോട്ടോ അയച്ചു തന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഞാൻ പള്ളിയിലെ അച്ഛനെ വിളിച്ചു ചോദിച്ചു, സെൻറ്റ് ജോൺ ചർച്ചിലുള്ള ഫാദറെ വിളിച്ചു ചോദിച്ചു. പിന്നെ ഫാദർ ഇങ്ങനെ മർഡോക് ബ്രൗണിൻ്റെ ടീമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഗംഭീര പരിപാടികളെല്ലാം, ഒരു റിസപ്ഷൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. കാരണം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അവരുടെ പിൻതലമുറയാണല്ലോ വരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ലല്ലോ, പള്ളിയിലാരും വന്നിട്ടൊന്നുമില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വാർത്ത അയച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, നീ ഇങ്ങനത്തെ ആളുകളെല്ലാം കൊണ്ടുവരുമ്പോൾ നീയല്ലേ വിളിക്കല്ലേ, ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ല, എന്നാൽ പിന്നെ ഇതാരാണെന്ന് ഞാൻ നോക്കട്ടെ എന്നാണ്. അങ്ങനെ ഞാൻ പത്രക്കാർ വഴി തന്നെ ഈ കൊണ്ടുവന്ന ഗൈഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗൈഡിൻ്റെ കോണ്ടാക്ട് ഞാൻ സംഘടിപ്പിച്ചു. അപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് തലശ്ശേരിയിലുള്ള മാമ്പള്ളി, അതായത് മാമ്പള്ളി ബേക്കറിയുമായി ബന്ധപ്പെട്ട അവരുടെ ഫാമിലിയിൽ, അവരുടെ കുടുംബത്തിൽ ഈ ബ്രൗൺ ഫാമിലിക്ക് സ്വീകരണം കൊടുത്തതായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ രഞ്ജിത്ത് സാറ്, അദ്ദേഹം പിന്നെ നമ്മുടെ ബ്രൗണീസ് ബേക്കറിൻ്റെ രഞ്ജിത്ത് സാറ്, അവരൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി നമുക്കറിയുന്ന ആളുകൾക്ക് കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഇവർ പങ്കെടുക്കുന്ന വാർത്തയാണ് മനോരമ പത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി സർപ്രൈസായി, കാരണം ബ്രൗൺ സാഹിബിൻ്റെ ഒരു ഫാമിലി നാട്ടിൽ വന്നിട്ട് ഈ ചർച്ചിൽ പോയിട്ടില്ല എന്നുള്ളത് എനിക്കൊരു ക്യൂരിയോസിറ്റി ആവും. അങ്ങനെ ഗൈഡിന് അവസാനം നമ്പർ കിട്ടി, വിളിച്ചു. അപ്പോൾ നമ്മളെ കാസർഗോഡുള്ള നിർമ്മേഷ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ നിർമ്മേഷ് പറഞ്ഞു, പിന്നെ അവരെ ഷെഡ്യൂളിൽ ഇനിയും വരുന്നുണ്ട് തലശ്ശേരിയിൽ, ഒബ്വിയസ്ലി കണ്ണൂരേക്ക് ടച്ച് ചെയ്തിട്ട് പോവാം, അപ്പോൾ നീ എന്താ നോക്കുക, ഒരു ഐറ്റിനറി അയക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സജഷൻ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും വരും, അവർ അന്നേരം കാസർഗോഡ് താമസിക്കും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്, ഒരു പ്രപ്പോസൽ കൊടുക്കാൻ. അങ്ങനെ ഞാൻ പ്രപ്പോസൽ കൊടുത്തു. അങ്ങനെ അവർ കണ്ണൂർ സെൻറ്റ് ജോൺ ചർച്ചിൽ വരുന്നു. അപ്പോൾ സെൻറ്റ് ജോൺസ് ചർച്ചിൽ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഫാദർ അന്ന് ആടില്ല, ഫാദർ സഹായിക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഞാനും പോയി. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ മർഡോക് ബ്രൗണിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉള്ള, അതായത് എഴുതപ്പെട്ട മർഡോക് ബ്രൗണിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണവിവരം ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ്സ്, ബറിയൽ രജിസ്റ്റർ ഉൾപ്പെടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും.